അടുത്ത് നോക്കുമ്പോഴത്തേനും സ്പാർട്ടൻസ് ട്രയൽ എന്ന് പറഞ്ഞൊരു ട്രയലാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ആയിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് കൊടിയുടെയൊക്കെ ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേനും ഒരുപാട് സ്പാർട്ടൻസിൻ്റെ ഒക്കെ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ 4 വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് ഒരു വലിയൊരു കൊടി ഇരിക്കുന്നതാണ്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കണ്ട പോലെ തന്നെ ചലഞ്ച് കൊടുക്കാൻ പറ്റും. അവിടെ ചലഞ്ച് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരുപാട് സ്പാർട്ടൻസിൻ്റെ കല്ലുകൊണ്ടുണ്ടാക്കിയ പ്രതിമ ഇങ്ങനെ നീങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വെടിവെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ലൂട്ട് കിട്ടുള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ അത്യാവശ്യം ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബുള്ളറ്റ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇവിടെ നിന്ന് ബുള്ളറ്റ് കിട്ടി. ഇവിടുന്ന് തന്നെ ആ കൊടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ബുള്ളറ്റ് കുറേ വീണ് തന്നു. ലൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ, ആ ലൂട്ട് കിട്ടുന്നതിൻ്റെ മുന്നേ തന്നെ കേട്ടോ. അപ്പോൾ അതെങ്ങനെ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ബുള്ളറ്റ് തീർന്നു കഴിഞ്ഞാൽ ബുള്ളറ്റ് കിട്ടുമായിരിക്കും. കാരണം ഇവിടുന്ന് വെടിവെച്ചിട്ട് ഇമാരെ എല്ലാം കൊന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെളിയിറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവന്മാരെല്ലാം ഇങ്ങനെ നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് ഏറെ ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് നോക്കുമ്പോൾ നമ്മൾ ഈ പോച്ചിങ്കിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ അഖിലീസ് ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു ട്രയൽ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ മറ്റ് ട്രയലുകളൊക്കെ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് ചലഞ്ച് കൊടുക്കാൻ പറ്റും. ഇവിടെ റൗണ്ടിൽ ഒരു ഇത് കണ്ടില്ല, അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചലഞ്ച് കൊടുക്കാൻ പറ്റും. ആ ചലഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഹെൽമെറ്റ് പോലെ അവരുടെ ഒരു ആർമറൊക്കെ പോലെ ഒരു സംഭവം വരും. അത് നമ്മൾ കളക്ട് ചെയ്യണം. നമ്മൾ നമ്മുടെ കയ്യിൽ ആ വാക്സിൻ്റെ പവർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ എഫക്റ്റ് വന്നിരിക്കുന്നതുണ്ടോ, ഇങ്ങനെ പറക്കാനായിട്ട് പെട്ടെന്ന് ചെല്ലാനായിട്ടുള്ള, അതായത് അത് പെട്ടെന്ന് പോയി ചാടി എടുക്കാനായിട്ടുള്ള ആ സാധനം ഞെക്കി കഴിഞ്ഞാൽ നമുക്കത് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും സ്മാഷ് മോർ ദാൻ 10 സ്പിരിറ്റ്സ് എന്ന്, അല്ലെങ്കിൽ സ്മാഷ് ഓൾ റിമൈനിങ് സ്പിരിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ പെട്ടി ഓപ്പൺ ആയിട്ട് വരും. അത്യാവശ്യം നല്ല ലൂട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മെഡിക്കിറ്റ് ആയിക്കോട്ടെ, മറ്റേ അറ്റാച്ച്മെന്റ്സ് ആയിക്കോട്ടെ, നല്ല ലൂട്ടും കാര്യങ്ങളും കിട്ടുവേ. അപ്പം പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത്, ഞാൻ ഈ പോച്ചിങ്കിന്ന് ഞാൻ ഈ റാങ്കിൽ അങ്ങനെ അധികം കളിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റ് ഓടിച്ചു. പണ്ട് സാർക്കിയിൽ ഒരു 2018 കാലത്തിൽ സാർക്കിയിൽ പോയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാമായിട്ട് ഇവിടെ ചെന്ന് പിറന്നാൾ ആഘോഷമൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. പിക്നിക്കിൻ്റെ ഈ സംഭവം എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് പറയണേ.